ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് ഞാനൊരു തെങ്ങിൽ നിന്ന് കരിക്കെടുക്കാൻ പോവുകയാണേ. കണ്ടോ, നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിലാണ് ഈ തെങ്ങ് നിൽക്കുന്നത്. ആരുടെയും സഹായം വേറെ ആവശ്യമില്ല, നമുക്ക് തന്നെ പിരിച്ചെടുക്കാം. ഇതിൽ നിറയെ വെള്ളം ഉണ്ടാവുമോ ശിവ? അതെയോ? അതെ. ഈ തേങ്ങ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ? അതെ അല്ലേ? നമുക്ക് നോക്കാം എന്തായാലും. ഇത് മുഴുവൻ നിങ്ങൾ കരിക്കായിട്ടാണ് എടുക്കുന്നത്? അരയ്ക്കാൻ എടുത്തിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ ഇത്? അതെ, അത് നോക്കണം. എങ്ങനെ കഴമ്പുണ്ടാവോ, തേങ്ങ അത്ര ഉണ്ടാവോ എന്നുള്ളതേ. ഇത് കരിക്കിന്റെ തേങ്ങയും വെള്ളവും നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഞങ്ങൾ കഴിച്ചതാ. അതെ അല്ലേ? എല്ലാവരും ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം, പിന്നെ ഞങ്ങളുടെ ഗസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെ അല്ലേ? ഞങ്ങളുടെ സാറ് എല്ലാവരും നിങ്ങൾ ഇത് ഡെയിലി ഇത് കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുന്നല്ലേ? ശരി ശരി. നമുക്കൊന്ന് ഞങ്ങളുടെ ഓർഗാനിക്കിൽ വളർത്തണല്ലേ, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഡിഫറെന്റാ. ഓക്കെ, ഏതായാലും നമുക്കൊന്ന് പൊട്ടിച്ചേരണമെന്ന്. എന്തായാലും വന്നതല്ലേ, ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് പോകാം. എന്താ ഷീബ വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കരിക്ക് വേണോ? ഷീബ പറഞ്ഞത് ഇത് ഭയങ്കര ടേസ്റ്റാണ്, വെള്ളത്തിനും കരിക്കിനൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഓ, സപ്പോർട്ട് ചെയ്യുന്നവരാ സ്റ്റാഫുകൾ. ആ ശരിയാ. ഷീബ ഇടങ്കൈയാണല്ലേ? സ്പൂൺ വെച്ച് കുത്തും. എനിക്ക് തന്നോളാം. ആ കരിക്ക് പൊളിച്ചു കൊണ്ടുവന്ന് കുറച്ചും കൂടി മൂക്കാനുണ്ടായിരുന്നില്ലേ ഷീബ?
കൃഷ്ണമാരെ കരിക്കും വെള്ളം കുടിക്കുക. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്. നല്ല മധുരം. കുടിക്ക് കുറച്ച്. ഇതേ വിട്ടിരിപ്പുണ്ട് കൃഷ്ണമാരെ, എടുത്ത് കുടിക്കുക. അത് കുടിച്ചോ, നല്ല ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് കൂടുമോ? അതെ അല്ലേ? എനിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അപ്പം ഇനി വേനൽക്കാലത്താകുമ്പോൾ ഇതിൽ നല്ലവണ്ണം മധുരം ഉണ്ടാവും അല്ലേ? ഇത് 2 കരിക്കിനകത്തിലാണ്. കുറച്ചും കൂടി ആയാൽ കുറച്ചും കൂടി കൂടുതൽ വന്നതിനായിരുന്നു. കൃഷ്ണന്മാരെടുത്തോ. ശരിക്കും പണ്ടൊക്കെ നമ്മൾ കരിക്കും ശർക്കര വെച്ചിട്ട് കഴിക്കത്തില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കഴിക്കുമായിരുന്നു. കരിക്ക് പൂളിയിട്ട് ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കുന്ന പോലെ കരിക്കും നമ്മൾ ശർക്കരയിൽ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.